ഈ സ്പിരിറ്റ് നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഓരോ ദിവസവും മാധ്യമങ്ങളിലൂടെ ഓരോ കാര്യങ്ങൾ പറയുകയുണ്ടായി. ഇന്നലെ എന്തോ ഒരു രേഖ പ്രതിപക്ഷ നേതാവ് പുറത്തുവിടുകയുണ്ടായി. ഇത് മറ്റു വകുപ്പുകളൊന്നും അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേഖ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയി. കാരണം മന്ത്രിസഭാ തീരുമാനത്തിന്റെ ഭാഗമായി ആ രേഖയൊക്കെ പബ്ലിക് ഡൊമൈനിലുള്ളതാണ്. അതൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്കിതെല്ലാം കിട്ടും. അങ്ങനെ എന്തെങ്കിലും ഒളിച്ചു വെക്കാനുണ്ടായിരുന്നെങ്കിൽ ആ രേഖ പബ്ലിക് ഡൊമൈനിലേക്ക് കൊണ്ടുവന്ന് ഇടേണ്ട വല്ല ആവശ്യവും സർക്കാരിനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഓരോ ദിവസവും ഇങ്ങനെ പറയുകയാണ് പ്രതിപക്ഷം. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇങ്ങനെ തുടർച്ചയായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത, അധികം വാർത്തകളൊന്നും ശ്രദ്ധിക്കാത്ത സാധാരണ മനുഷ്യർ ഒരുപക്ഷെ ഇവിടെ എന്തൊക്കെയോ കള്ളത്തരം നടക്കുന്നുണ്ട് എന്നൊരു ധാരണയിലേക്ക്, ചിന്തയിലേക്ക് പോകാനുള്ള വലിയ സാധ്യതയുണ്ട്. അത് മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രതിപക്ഷം ഓരോ ദിവസവും ഈ വസ്തുതാ വിരുദ്ധമായ ആരോപണങ്ങൾ നമ്മുടെ മുൻപിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഇപ്പോൾ ഞാനിതാ പൊളിക്കാൻ പോവുകയാണ്. മറ്റു ആരോപണങ്ങൾ പോലെ എലപ്പുള്ളി പഞ്ചായത്തിൽ സ്പിരിറ്റ് ശാല വിഷയത്തിലെ പ്രതിപക്ഷ ആരോപണം പൂർണ്ണമായി പൊളിയുന്നൊരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ സ്പിരിറ്റ് നിർമ്മാണ പ്ലാന്റിനായി ഒയാസിസിന് സർക്കാർ പ്രാരംഭ അനുമതി നൽകിയത് വളരെ വേഗത്തിലായിരുന്നു എന്നാണല്ലോ പ്രതിപക്ഷം ആരോപിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. കൃത്യമായ പരിശോധനകൾ നടത്തി 2023 നവംബറിലാണ് ഒയാസിസ് ഈ പ്ലാന്റിനായി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് അപേക്ഷ നൽകിയത്. ഓർക്കണം, 2023 നവംബറിൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത് 2025, അതായത് ഏകദേശം 1.25 വർഷത്തോളം കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ വിവിധ പരിശോധനകൾ കടന്ന് പ്രാരംഭ അനുമതി നൽകുന്നത്. അവിടെ തന്നെ പൊളിഞ്ഞില്ലേ സർക്കാർ നടപടികൾ വേഗത്തിലാക്കിയിരുന്നുവെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം. 10 ഘട്ട പരിശോധനകളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി വിജിൻ വായന്തോട് തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നമുക്ക് ചോദിച്ചറിയാം എന്തൊക്കെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ ചെയ്ത കാര്യങ്ങളെന്ന്. വിജിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. വിജിൻ, ഓരോ ദിവസവും ഓരോ ആക്ഷേപങ്ങളാണ് എലപ്പുള്ളിയിലെ സ്പിരിറ്റ് നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഓരോന്നായി അതെല്ലാം കള്ളമാണെന്ന് നാട്ടുകാർക്ക് ബോധ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ അവരുടെ ആക്ഷേപങ്ങൾക്കും അഴിമതി ആരോപണങ്ങൾക്കും ഇപ്പോഴും കുറവില്ല. ഇവിടെ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, സർക്കാർ വളരെ വേഗത്തിൽ തിടുക്കപ്പെട്ട് ഈ കമ്പനിക്ക് അനുമതി നൽകുകയായിരുന്നു എന്നാണല്ലോ. യഥാർത്ഥത്തിൽ വസ്തുത എന്താണ്? അങ്ങനെ തിടുക്കത്തിലാണോ ഒയാസിസിന് ഈ പ്ലാന്റ് നിർമ്മാണത്തിന്റെ പ്രാരംഭ അനുമതി സർക്കാർ നൽകിയത്? മനു, എന്തായാലും ഈ പ്രതിപക്ഷം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഉന്നയിക്കുന്ന എല്ലാ ആരോപണങ്ങളും ഈ രീതിയിൽ തന്നെയാണ് കേരളം കണ്ടുകൊണ്ടിരുന്നത്. അതായത് ആദ്യം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് പൊളിയുമ്പോൾ അതിനുള്ള കൃത്യമായ മറുപടിയും വിശദീകരണവും സർക്കാർ നൽകുമ്പോൾ അത് മറ്റൊരു ആരോപണത്തിലേക്ക് കടക്കുന്നു. അങ്ങനെ കൃത്യമായി പൂർണ്ണമായും വ്യക്തതയില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷത്തിന് ഓരോ ഘട്ടത്തിലും ഏൽക്കുന്ന തിരിച്ചടിക്ക് പ്രധാന കാരണം. അതുതന്നെയാണ് നിലവിൽ ഈ പറയുന്ന എലപ്പുള്ളിയിലെ സ്പിരിറ്റ് നിർമ്മാണ ശാലയ്ക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട ഈ വിവാദത്തിലും കാണാൻ കഴിയുന്നത്. ഏറ്റവും അവസാനം ആദ്യഘട്ടത്തിൽ വി ഡി സതീശനും അതുപോലെ തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഇതിന് കൃത്യമായൊരു ടെൻഡർ വിളിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു പ്രധാന ആരോപണം. ആ ടെൻഡർ വിളിക്കാതെ എങ്ങനെ ഒയാസിസ് കമ്പനിക്ക് ഇത്തരത്തിൽ ഒരു സ്പിരിറ്റ് നിർമ്മാണശാല നടത്താൻ അനുമതി നൽകി എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം. പക്ഷേ അത് ടെൻഡർ വിളിക്കേണ്ടതില്ല. ഒരു വ്യവസായം തുടങ്ങാൻ നിലവിൽ 2023-24 വർഷത്തെ മദ്യനയത്തിൽ തന്നെ ഇത്തരത്തിൽ കേരളത്തിൽ തന്നെ ഉൽപ്പാദനം ഉണ്ടാക്കാൻ, സ്പിരിറ്റ് നിർമ്മാണം നടത്താൻ ഉള്ള നടപടികൾ കൈക്കൊള്ളും എന്നുള്ള തീരുമാനം എടുത്തതാണ്. അതുകൊണ്ട് തന്നെ അതിൽ മറ്റൊരു ഏതെങ്കിലും തരത്തിൽ ഒരു ടെൻഡർ വിളിച്ച് നടപ്പിലാക്കേണ്ട ഒരു പദ്ധതിയല്ല. അതിനായി ഒരു കമ്പനി മുന്നോട്ട് വരുന്നു. അതിൽ സർക്കാർ തന്നെ ഇപ്പോൾ ഏകജാലക സംവിധാനം ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയാണ് നിലവിൽ ഈ വ്യവസായങ്ങൾക്ക് അനുമതി നൽകുന്നത്. അതിന് കാലതാമസം ഒഴിവാക്കാനുള്ള നടപടികൾ ഒക്കെ പെട്ടെന്ന് പൂർത്തിയാക്കാൻ സർക്കാർ അതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനം ഏറ്റവും പ്രധാനപ്പെട്ട ഈ സംരംഭകരുടെ ഒരു പ്രധാന കേന്ദ്രമായി മാറാനുള്ള കാരണം. വലിയ അന്താരാഷ്ട്ര കമ്പനികൾ ഉൾപ്പെടെ കേരളത്തിൽ നിക്ഷേപം നടത്താൻ തയ്യാറായി വരുന്നതും അതുകൊണ്ട് തന്നെയാണ്. അത്തരത്തിൽ ഒരു സ്ഥലങ്ങളിലും ഒരു കാലത്തും ഇങ്ങനെ ഒരു വ്യവസായം നടത്താൻ ഒരു സംരംഭകർ കേരളത്തിലേക്ക് എത്തുമ്പോൾ അതിന് ടെൻഡർ വിളിച്ച് മറ്റേതെങ്കിലും കമ്പനി ഉണ്ടോ എന്ന് നോക്കിയല്ല അതിന് അനുമതി നൽകുന്നത്. അതിൻ്റെ ഘട്ടങ്ങൾ, അതാണ് നേരത്തെ നമ്മൾ ഇൻട്രോയിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ 10 ഘട്ടങ്ങളായിട്ടാണ് പരിശോധനകൾ നടത്തിയത്. ഈ
ഈ കമ്പനിക്ക് പ്രാരംഭ അനുമതി നൽകുമ്പോൾ തന്നെ പറയുന്നത് ഇതിൽ ഭൂഗർഭജലം ഉപയോഗപ്പെടുത്തരുത് എന്നുള്ളതാണ്. രണ്ടാമത്തെ ആരോപണമായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം തന്നെയായിരുന്നു. അതൊരു വൈകാരികമായ മുതലെടുപ്പിന് കൂടി ഉള്ളതാണ്. ഭൂഗർഭജലം ചൂഷണം ചെയ്യുന്നു. നേരത്തെ പ്ലാച്ചിമടയിൽ ഒക്കെ കണ്ടതിന് സമാനമായ രീതിയിൽ ഈ ഭൂഗർഭജലം ചൂഷണം ചെയ്യും ഇങ്ങനെയൊരു കമ്പനിക്ക് അനുമതി നൽകിയാൽ എന്ന ആരോപണമായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് LDF-ഉം അതുപോലെ തന്നെ CPM-ഉം ഒക്കെ വലിയ സമരം ചെയ്തിരുന്നല്ലോ എന്നാണ് പ്രതിപക്ഷം ചോദിച്ചത്. അന്ന് UDF ആണ് ഈ പ്ലാച്ചിമടയിലെ കൊക്കക്കോള കമ്പനിക്ക് അനുമതി നൽകാനുള്ള നടപടികളൊക്കെ സ്വീകരിച്ചതെന്ന് നമുക്കറിയുകയും ചെയ്യാം. പക്ഷേ ഭൂഗർഭജലം ഒരു തുള്ളി പോലും എടുക്കില്ല എന്ന ഉറപ്പും കമ്പനിക്ക് ഇത്തരത്തിൽ പ്രാരംഭ അനുമതി നൽകുമ്പോൾ തന്നെ ഭൂഗർഭജലം ഉപയോഗപ്പെടുത്തരുത് എന്ന നിർദ്ദേശവും കൃത്യമായി നൽകിയിട്ടുണ്ട് എന്ന വിശദീകരണവും അതിൻ്റെ തെളിവും ഒക്കെ വന്നു. പിന്നീട് പറഞ്ഞത് ഈ പഞ്ചായത്തിൻ്റെ അനുമതി നൽകിയിട്ടില്ല, പഞ്ചായത്തിനെ അറിയിക്കാതെയാണ് ഇങ്ങനെയൊരു തീരുമാനം. UDF ഭരിക്കുന്ന പഞ്ചായത്തും അങ്ങനെ ഒരു പച്ചക്കള്ളം എഴുന്നള്ളിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിൻ്റെ തെളിവും പുറത്തുവിട്ടതോടെ എക്സൈസ് വകുപ്പ് തന്നെ പുറത്തുവിട്ടതോടുകൂടി ഒയാസിസ് നേരത്തെ തന്നെ കത്ത് നൽകിയിരുന്നു പഞ്ചായത്തിന്, ഇങ്ങനൊരു അനുമതിക്കായി അപേക്ഷ നൽകിയിരുന്നു എന്നുള്ള കാര്യവും പുറത്തു വന്നു. അതിനുശേഷമാണ് ഘട്ടം ഘട്ടമായി ഇത്തരത്തിലുള്ള മറ്റ് ആരോപണങ്ങളിലേക്കൊക്കെ പ്രതിപക്ഷം പോകുന്നത്. അതിനിടയിലാണ് സർക്കാർ തന്നെ നേരത്തെ തന്നെ നിയമസഭയിൽ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ പൂർണ്ണമായ വിശദീകരണം നൽകിയതാണ് ഓരോ ആരോപണത്തിനും പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്കും ഒക്കെ. പിന്നീടാണ് ഇത്തരത്തിൽ ഏറ്റവും അവസാനം ഈ മന്ത്രിസഭാ യോഗത്തിൻ്റെ നടപടിക്രമങ്ങൾ പുറത്തു വന്നിരിക്കുന്നു, ഇതാ വലിയ കൊട്ടിഘോഷിച്ച് എന്തോ പുറത്തുവിട്ടിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് ഇന്നലെ രാവിലെ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ഈ മന്ത്രിസഭാ യോഗത്തിൻ്റെ നടപടിക്രമങ്ങളിൽ തന്നെ അതിൻ്റെ മറ്റൊരു ഭാഗത്ത് വിശദീകരിക്കുന്നതും 2023-24 മദ്യനയത്തിൽ പറയുന്ന കാര്യമെന്ന് പറയുന്നത് സംസ്ഥാനത്ത് തന്നെ ഇക്കാര്യത്തിൽ സ്പിരിറ്റ് നിർമ്മാണം കണ്ടെത്തണം, ഉൽപ്പാദനം ഇവിടെ തന്നെ ആക്കണം, അതിനുള്ള നടപടികൾ കൈക്കൊള്ളണം എന്നുള്ളതാണ്. അതിന് അർത്ഥം മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നുമായി സംസ്ഥാനം വാങ്ങുന്ന എത്തനോൾ അത് ഇവിടെ തന്നെ നിർമ്മിക്കുന്നതിലൂടെ സംസ്ഥാന സർക്കാരിന് ഏകദേശം 3000 കോടിയോളം രൂപയുടെ ലാഭമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഈ ഒയാസിസ് കമ്പനി അത് പൂർണ്ണമായും നിർമ്മിക്കുമെന്നല്ല, എന്നാലും മറ്റ് സംസ്ഥാനങ്ങളെ സർക്കാരിന് ഇതിൽ സമീപിക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങളുണ്ട്. ബിജിൻ, അതിൽ കുറേ വിഷയങ്ങളുണ്ട്. നമ്മളത് സങ്കീർണമായി പറഞ്ഞാൽ ഒരുപക്ഷെ ആളുകൾക്ക് കോംപ്ലിക്കേഷൻ ആകും. വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാം. ഇപ്പോൾ കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ ഏകദേശം 3000 കോടി രൂപയുടെ സ്പിരിറ്റാണ് അല്ലെങ്കിൽ എണ്ണയൊക്കെയാണ് ഈ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. അതിൽ കൂടുതലും വരുന്നത് നമ്മുടെ കർണാടകത്തിൽ നിന്നാണ്. കർണാടകം, ഒപ്പം തന്നെ മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങൾ. ഈ കർണാടകത്തിലെ പ്രധാനപ്പെട്ട സ്പിരിറ്റ് നമുക്ക് നൽകുന്ന ഏജൻസി എന്ന് പറയുന്നത്, കമ്പനി എന്ന് പറയുന്നത് ഹർഷ ഷുഗേഴ്സ് ആണ്. അത് കർണാടകത്തിലെ ലക്ഷ്മി ഹെബാൾക്കർ എന്ന് പറയുന്ന കോൺഗ്രസ് മന്ത്രിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ്. അവരുടെ മകൻ യൂത്ത് കോൺഗ്രസിൻ്റെ, കർണാടക യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന രണ്ടാമത്തെ അധ്യക്ഷൻ, അതായത് സംസ്ഥാന ഉപാധ്യക്ഷനാണ് അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ കോൺഗ്രസ് നേതാക്കൾ നേതൃത്വം നൽകുന്ന കമ്പനിയിൽ നിന്നാണ് കൂടുതൽ സ്പിരിറ്റ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടെ സ്പിരിറ്റ് ഉണ്ടാക്കിയാൽ ആ കമ്പനികളുടെ കച്ചവടം കുറയും. അത് നഷ്ടമുണ്ടാക്കുന്നത് ആർക്കാണ്? ആത്യന്തികമായി കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെയാണ്. ഒരുപക്ഷെ ഇതൊക്കെയാണ് ഇവരുടെ ഈ ആക്ഷേപങ്ങൾക്ക് പിന്നിലെന്ന് ആരെങ്കിലും സംശയിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? അതൊന്ന്. മറ്റൊന്ന്, ഈ 3000 കോടിയുടെ സ്പിരിറ്റ് പുറത്തുനിന്ന് വരുന്നുണ്ടല്ലോ, അതിൽ കുറേ ഇവിടെ ഉണ്ടാക്കിയാൽ അതിൻ്റെ നികുതിയും മറ്റു കാര്യങ്ങളുമൊക്കെ നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കില്ലേ? നമുക്ക് ലാഭമല്ലേ? കുറേ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനും പറ്റും. ഇതൊന്നും പ്രതിപക്ഷം കണക്കിലെടുക്കുന്നുമില്ല. മനു, അതാണ് ഞാൻ സൂചിപ്പിച്ചുകൊണ്ടിരുന്നത്. അതായത് വെറും 400 കോടി രൂപ, അതായത് ഈ ഇവിടെ തന്നെ ഇങ്ങനെയൊരു സ്പിരിറ്റ് നിർമ്മാണം ആരംഭിച്ചാൽ 400 കോടി രൂപ ട്രാൻസ്പോർട്ടേഷൻ ഇനത്തിൽ മാത്രം സർക്കാരിന് കുറവ് വരും. അങ്ങനെയാണെങ്കിൽ 3000 കോടിയിൽ നിന്ന് അത് 2600 കോടിയായി മാറും എന്നുള്ളതാണ്. മറ്റ് തൊഴിൽ നൽകാനുള്ള സാധ്യതകൾ, ഒപ്പം തന്നെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പുറത്തുനിന്ന് വാങ്ങുന്നതിലെ കുറവ് ഒക്കെ ആകുമ്പോൾ വലിയ തരത്തിലുള്ള ലാഭമാണ് സംസ്ഥാന സർക്കാരിന് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അത് ജനങ്ങൾക്കുള്ള ലാഭമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇങ്ങനെ ഉള്ള ഒരു തീരുമാനത്തെ, അതായത് നേരത്തെ എടുത്ത തീരുമാനത്തെയാണ് സംസ്ഥാന സർക്കാർ ഇത് വലിയ പെട്ടെന്ന് തന്നെ എന്തോ രീതിയിൽ ഒരു ഒയാസിസ് എന്ന കമ്പനിക്ക് നൽകി എന്നൊക്കെ പറഞ്ഞ് ഉള്ള ആരോപണവുമായി രംഗത്ത്. നേരത്തെ നമ്മൾ പല വിഷയങ്ങളിലും ഒക്കെ കണ്ടതാണ്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഒരു പുകമറ സൃഷ്ടിക്കുന്നു, അതിന് മാധ്യമങ്ങളുടെ പിന്തുണ ലഭിക്കുന്നു. ആ മാധ്യമങ്ങൾ നിരന്തരം ഇത്തരത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾ മാത്രം വാർത്തയാക്കുന്നു. പക്ഷേ ഇന്നലെ അതിന് വിരുദ്ധമായി മാധ്യമങ്ങൾക്ക് മുഴുവൻ എം പി രാജേഷിൻ്റെ, എക്സൈസ് മന്ത്രി എം പി രാജേഷിൻ്റെ വാർത്താ സമ്മേളനം പൂർണ്ണമായി നൽകേണ്ടി വന്നു. അതിൽ അദ്ദേഹം വിശദീകരിക്കുന്നതിനപ്പുറം
മലയാളികളെ ബോധ്യപ്പെടുത്താൻ മറ്റൊന്നും വേണ്ട എന്നുള്ളത് തന്നെയാണ് ഇക്കാര്യത്തിലെ ഏറ്റവും പ്രധാനമായി എടുത്തു കാണേണ്ട കാര്യം. ഇത് പിന്നീട് ഏറ്റവും അവസാനം മാധ്യമപ്രവർത്തകർക്ക് പോലും അതിൽ കൂടുതൽ ചോദ്യങ്ങളുണ്ടായിരുന്നില്ല. അവർ ചോദിക്കുന്നത് CPIയെ ഇക്കാര്യത്തിൽ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ലേ എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ CPIയും ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഒക്കെ പറഞ്ഞത് വ്യവസായങ്ങൾ ആരംഭിക്കണം, കേരളത്തിൽ വ്യവസായം വരേണ്ടത് അനിവാര്യമാണ്, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നുള്ളതാണ്. അവരുടെയും ഒരു ആശങ്ക ഇപ്പോൾ അവസാനം പുറത്തു വന്നത് അത് ഭൂഗർഭജലവും കൃഷിക്കാരെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറരുത് എന്നുള്ളതാണ്. അതിനാണ് മന്ത്രി MB രാജേഷ് തന്നെ മറുപടി നൽകിയത്. ഇതിൽ കിൻഫ്ര വ്യവസായ പാർക്കുമായി ബന്ധപ്പെട്ടാണ് ഈ ഒയാസിസ് കമ്പനി ഇങ്ങനെയൊരു എത്തനോൾ നിർമ്മാണ ഫാക്ടറി തുടങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ കിൻഫ്രയ്ക്ക് നിലവിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നൽകിയിരുന്ന വെള്ളത്തിൻ്റെ അളവുണ്ട്. ആ വെള്ളത്തിൻ്റെ അളവിൽ നിന്നുള്ള 1%, അതായത് 0.5 ദശലക്ഷം മാത്രമാണ് ഈ കമ്പനിക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കായി പൂർണ്ണ സജ്ജമാകുന്ന ഘട്ടത്തിൽ ഈ ഒയാസിസ് കമ്പനിക്ക് എത്തനോൾ നിർമ്മാണ യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്കായി വേണ്ടിവരുന്നുള്ളൂ എന്നുള്ളതാണ് ഇന്നലെ തന്നെ മന്ത്രി വിശദീകരിച്ചത്. ഒരു തരത്തിലും ഭൂഗർഭജലം ചൂഷണം ചെയ്യാൻ അനുവദിക്കില്ല, അത്തരത്തിൽ ഒരു ഭൂഗർഭജല ചൂഷണം ഉണ്ടാകില്ല എന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതിൽ കമ്പനിക്ക് ഇത്തരത്തിലുള്ളൊരു നിബന്ധന കൂടി വെച്ചാണ് പ്രാരംഭ അനുമതി നൽകിയെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ മഴവെള്ള സംഭരണി നിർമ്മിക്കും എന്നുള്ളതാണ് അതിലെ പ്രധാന ആരോപണം. മഴവെള്ളം ശേഖരിച്ച് എത്ര ദശലക്ഷം വെള്ളം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ചോദ്യം. അതിനാണ് മന്ത്രി ഇന്നലെ മറുപടി പറഞ്ഞത്. തൊട്ടടുത്ത അഹില്യ ക്യാമ്പസ്, അത് പല പഞ്ചായത്തുകളിലും 2 സംസ്ഥാനങ്ങളിലും ഒക്കെയായി വ്യാപിച്ചു കിടക്കുന്ന വലിയ ക്യാമ്പസാണ്. അഹില്യ കോളേജും അതുപോലെ തന്നെ അതിൻ്റെ ആരോഗ്യ സംവിധാനങ്ങളും ഒക്കെ ഉള്ള കോളേജാണ്. അവിടെയുള്ള മഴവെള്ള സംഭരണിയിൽ എത്ര ശതമാനം വെള്ളം ശേഖരിക്കുന്നുണ്ട് എന്ന് കാണാൻ മാധ്യമപ്രവർത്തകരെയും മുൻ പ്രതിപക്ഷ നേതാവിനെയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനെയും മന്ത്രി ക്ഷണിച്ചു. അത് ഫെബ്രുവരി മാസം 17-ാം തീയതി നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അതോടുകൂടി ഇക്കാര്യത്തിലുള്ള പൂർണ്ണമായ ആരോപണങ്ങൾ ഒക്കെ പൊളിയുകയാണ്. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് തന്നെ അതിന് മറുപടിയുമായി ഒരു പത്രക്കുറിപ്പ് ഇറക്കിയതിൽ വ്യക്തമാക്കുന്നത് CPIയെ ഘടകകക്ഷികളെ നിങ്ങൾ ബോധ്യപ്പെടുത്തുന്നില്ലേ ഇക്കാര്യമെന്നാണ്. മന്ത്രി തന്നെ വ്യക്തമാക്കിയത് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ കേട്ടതിന് ശേഷം CPIക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. മന്ത്രി ഇക്കാര്യത്തിലുള്ള പൂർണ്ണമായ കണക്കുകളും അതുപോലെ തന്നെ ഇതിൻ്റെ നടപടിക്രമങ്ങളും ഒക്കെ വിശദീകരിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനമാണ് ഇന്നലെ നടത്തിയത്. അതിലാണ് ഈ 10 ഘട്ടമായുള്ള നടപടിക്രമങ്ങൾ ഓരോന്നും പരിശോധനകൾ ഓരോന്നും പൂർത്തിയാക്കിയാണ് ഈ കമ്പനിക്ക് ഇത്തരത്തിൽ സ്പിരിറ്റ് നിർമ്മാണത്തിനായി അനുമതി നൽകിയത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതിനപ്പുറം മറ്റൊരു വിശദീകരണത്തിൻ്റെ ആവശ്യം നിലവിൽ കേരള സമൂഹത്തിൽ ഇല്ല എന്നുള്ളതാണ് ആ മന്ത്രിയുടെ ഓരോ വാക്കുകളിൽ നിന്നും ബോധ്യപ്പെടുകയും ചെയ്തത്. മനു. ശരി, ഓക്കെ, താങ്ക് യു വിജിനാണ് ഈ വിവരങ്ങൾ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്. ഏതായാലും പ്രതിപക്ഷം ഓരോ ദിവസവും ഉരുട്ടിക്കൊണ്ടുവരുന്ന കള്ളങ്ങൾ പൊളിയുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് കുറേയൊക്കെ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇവർ ഈ പറയുന്ന നുണകൾക്ക് കഴിയുമെന്നതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമായി സർക്കാരിൻ്റെ മുന്നിൽ നിൽക്കുകയും ചെയ്യും. അതിനെ എങ്ങനെ മറികടന്ന് പോകാൻ കഴിയുമെന്ന ആലോചനകൾ കൂടി സർക്കാർ തലത്തിൽ വരേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വന്ന വിഷയമെന്ന് പറയുന്നത് സർക്കാർ തിടുക്കത്തിൽ ഒയാസിസ് കമ്പനിക്ക് അനുമതി നൽകിയെന്ന ആക്ഷേപമാണല്ലോ അവർ ഉന്നയിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല. 2023 നവംബറിലാണ് ഒയാസിസ് എന്ന് പറയുന്ന കമ്പനി ഇവിടെ ഈ സ്പിരിറ്റ് നിർമ്മാണശാല ആരംഭിക്കാൻ വേണ്ടി സർക്കാരിൻ്റെ മുൻപിലേക്ക്, എക്സൈസിൻ്റെ മുൻപിലേക്ക് അപേക്ഷ നൽകുന്നത്. അതിനുശേഷം ഇപ്പോൾ ഏകദേശം 1.25 വർഷത്തോളം എടുത്ത് വിവിധ തലങ്ങളിലായി 10 ഘട്ട പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് അതിൻ്റെ പ്രാരംഭ അനുമതി നൽകിയിരിക്കുന്നത് എന്നതാണ് വസ്തുത. അതിൽ എവിടെയാണ് തിടുക്കമെന്ന് പ്രതിപക്ഷത്തിന് ഇനി പറയാൻ കഴിയുമോ എന്ന ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് കേട്ടു, എങ്ങനെയാണ് ഈ കിൻഫ്രയിലേക്ക് വെള്ളം വരുന്നത്, വാട്ടർ അതോറിറ്റിയുടെ അല്ലെങ്കിൽ മലമ്പുഴയിലെ ജലമെടുക്കാൻ ആരാണ് അവകാശം നൽകിയത് എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു. അതിനും മറുപടി വരികയാണ് നമ്മുടെ മുൻപിൽ. അതായത് ഉമ്മൻചാണ്ടി സർക്കാരാണ് കിൻഫ്രയ്ക്ക് വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെള്ളം മലമ്പുഴയിൽ നിന്ന് കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അതിന് പ്രതിപക്ഷ നേതാവിന് ഒരു കുഴപ്പവുമില്ല. അപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ കൊടുക്കാനെടുത്ത തീരുമാനത്തിലെ ആ വെള്ളത്തിൻ്റെ ഒരു നിശ്ചിത ഭാഗം വില കൊടുത്താണ് ഒയാസിസ് എന്ന് പറയുന്ന കമ്പനി വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, വലിയൊരു മഴവെള്ള സംഭരണി അവർ സ്ഥാപിക്കുകയും ചെയ്യുന്നു, ഏകദേശം 5 ഏക്കറോളം ഭൂമിയിൽ. ഇനി ഇത്രയും വലിയ മഴവെള്ള സംഭരണി സ്ഥാപിക്കാനൊക്കെ ആർക്കെങ്കിലും പറ്റുമോ എന്ന ചോദ്യത്തിനാണ് മന്ത്രി MB രാജേഷ് പറഞ്ഞത്, അഹല്യ ക്യാമ്പസ് ഉണ്ട് വാളയാറിൽ, പാലക്കാട്, വലിയൊരു സ്വകാര്യ ക്യാമ്പസാണ്. അവരുടെ ഒരു വലിയ മഴവെള്ള സംഭരണിയുണ്ട്, ഏകദേശം 5 കോടി ലിറ്ററോളം വെള്ളം കൊള്ളുന്നൊരു സംഭരണി. അത് കാണിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്, എല്ലാവർക്കും വന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത്രയും വലിയ മഴവെള്ള സംഭരണിയൊക്കെ നിർമ്മിക്കാൻ പറ്റുമോ എന്ന് മനസ്സിലാകുമെന്ന് പറയുന്നു. അതായത് ഭൂഗർഭജലം ഊറ്റും എന്ന കാര്യത്തെക്കുറിച്ചുള്ള ആശങ്ക വേണ്ട. ഒന്ന്, കിൻഫ്രയിൽ നിന്ന് വെള്ളം വ്യാവസായിക അടിസ്ഥാനത്തിൽ വാങ്ങും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പറയുന്നത് പോലെ മഴവെള്ള സംഭരണി നിർമ്മിക്കുകയും ചെയ്യും എന്നതാണ്.
അഴിമതി ആരോപണമായിരുന്നു ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചത്. എന്ത് അഴിമതി എന്ന ചോദ്യത്തിന് ഇതുവരെ മറുപടി കൊടുക്കാൻ, സാമ്പത്തിക അഴിമതിയുടെ ഒരു 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 വരി പോലും പറയാൻ പ്രതിപക്ഷത്തിന് നിലവിൽ നമ്മുടെ മുന്നിൽ കഴിഞ്ഞിട്ടില്ല. പഞ്ചായത്തിനെ അറിയിച്ചില്ല എന്ന വലിയ കള്ളം പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ കോൺഗ്രസ് അടിച്ചിറക്കി. അതും പൊളിഞ്ഞു. KSIDCയുടെ ഏകജാലക ബോർഡ്, പഞ്ചായത്ത് സെക്രട്ടറി ആ മീറ്റിംഗിൽ പങ്കെടുത്തതിന്റെ അടക്കം രേഖകൾ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ആ മീറ്റിംഗിൽ പങ്കെടുത്തതിന്റെ അടക്കം രേഖകൾ, ഏകജാലക ബോർഡ് പഞ്ചായത്തിന് അയച്ച കത്തടക്കം നമ്മുടെ മുൻപിലേക്ക് വന്നപ്പോൾ ആ പറഞ്ഞ കള്ളവും പൊളിഞ്ഞു. പിന്നെ അവർ പറഞ്ഞത് ഭൂമി വാങ്ങിയത് പഞ്ചായത്ത് അറിഞ്ഞില്ല എന്നായിരുന്നു. അവിടുത്തെ കോൺഗ്രസ് പഞ്ചായത്ത് മെമ്പറാണ് ഇടനിലക്കാരനായി നിന്ന് ഒയാസിസിന് ആ ഭൂമി വാങ്ങിക്കൊടുത്തത് എന്നത് പിന്നീട് പുറത്തു വരികയുണ്ടായി. അതിന് അയാൾ കമ്മീഷനും വാങ്ങിയിട്ടുണ്ട് എന്ന വിവരവും പിന്നീട് നമ്മുടെ മുൻപിലേക്ക് വരികയുണ്ടായി. അപ്പോൾ ഈ പറയുന്ന കള്ളങ്ങളൊക്കെ പൊളിയുകയാണ്. ഇപ്പോൾ അവർ പിടിച്ചിരിക്കുന്നത് ഭൂഗർഭജലം ഊറ്റുന്നു എന്ന് പറയുന്ന ഒരൊറ്റ പോയിന്റിലാണ്. അതിൻ്റെ വസ്തുതയാണ് നമ്മൾ കണ്ടത്. മഴവെള്ള സംഭരണി നിർമ്മിക്കും, ഒപ്പം തന്നെ ഈ മലമ്പുഴയിൽ നിന്ന് വരുന്ന വെള്ളം വ്യാവസായിക അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന വെള്ളത്തിൻ്റെ ഒരു ഭാഗം അവർ വില കൊടുത്ത് വാങ്ങുകയും ചെയ്യും. നമ്മുടെ സംസ്ഥാനത്തൊരു വ്യവസായം ആരംഭിക്കാൻ വരുമ്പോൾ അതിന് വെള്ളവും വഴിയും വെളിച്ചവും ഒരുക്കുക എന്നതൊക്കെ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ കടമയാണെന്നേ. അതിനുവേണ്ടിയിട്ടാണ് ഈ സർക്കാർ സംവിധാനങ്ങളെ തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത്. അതല്ലാതെ പ്രതിപക്ഷം പറയുന്നത് പോലെ വെള്ളം കൊടുത്താൽ അതൊന്നും അഴിമതിയാവുകയില്ല. അങ്ങനെയായിരുന്നോ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തൊക്കെ ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം അവരുടെ മുൻപിലേക്ക് വരികയാണ്. ഏതായാലും ഓരോ ദിവസവും ഈ കള്ളങ്ങൾ ഇങ്ങനെ പൊളിയുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. കാരണം പ്രതിപക്ഷ നേതാവ് ഓരോ ദിവസവും മാധ്യമങ്ങളിൽ വന്ന് ഓരോന്ന് പറയും. അദ്ദേഹം പഠിച്ചു പറയുന്ന ആളെന്നാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പാടിപ്പുകഴ്ത്തുന്നത്. പക്ഷേ ഇതുവരെ വസ്തുതാപരമായ ഒരു ആരോപണം ഉന്നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന ദുഃഖസത്യവും നമ്മുടെ മുൻപിലുണ്ട്. നോക്കാം എന്താണ് വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നതെന്ന്.